24 മണിക്കൂറിനകത്ത് അജീഷ് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ശക്തമാകാൻ പോവുകയാണ്. നമ്മുടെ ഇടവപ്പാതി മഴ എന്ന് നമ്മൾ പറയുന്ന ആ മഴ വരാൻ പോകുന്ന 24 മണിക്കൂറിനിടയിൽ ഇപ്പോൾ ഈ പെയ്തിരിക്കുന്ന ഈ കുറച്ച് നേരത്തേക്ക് പെയ്യുന്ന ഈ ശക്തമായ മഴയിൽ പോലും ജനജീവിതം താറുമാറാകും വിധം നഗരങ്ങളൊക്കെ വെള്ളക്കെട്ടുകളായി മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. തലസ്ഥാനത്തെ സാഹചര്യം എന്താണ്? ഗോപി, ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ 5 മണി വരെയായിരുന്നു തലസ്ഥാന ഏറ്റവും കൂടുതൽ മഴ പെയ്തത്. അക്ഷരാർത്ഥത്തിൽ ഒരു പേമാരി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ. അത്രയ്ക്കധികം മഴയാണ് ഇന്ന് തലസ്ഥാനത്ത് നഗര ഗ്രാമ വ്യത്യാസമന്യേ പെയ്തിറങ്ങിയത്. തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും വെള്ളക്കെട്ടിൽ മുങ്ങി. പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കിഴക്കേക്കോട്ട, തമ്പാനൂര്, ജഗതി, ബേക്കറി ജംഗ്ഷൻ, അതേപോലെ തന്നെ അമ്പലമുക്ക്, മണികണ്ഠേശ്വരം തുടങ്ങിയ സ്ഥലങ്ങളാണ് ഈ വെള്ളക്കെട്ട് പ്രധാനമായി ഉണ്ടായത്. ഈ അമ്പലമുക്ക്, മണികണ്ഠേശ്വരം പോലുള്ള സ്ഥലങ്ങളിൽ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ ആ ഭാഗങ്ങളിലാണ് വീടുകളിൽ വെള്ളം കയറിയത്. ഇവിടുത്തെ ആളുകൾ, ഈ ചെറിയ വീടുകളുള്ള ആളുകൾ ഈ സാധനങ്ങൾ മറ്റും വീടിന്റെ ഇത്തിരി ഉയരത്തിലുള്ള സ്ഥലത്തേക്ക് കയറ്റി വെച്ച് അവർ വെള്ളം ഒഴിഞ്ഞു പോകാനായി കാത്തിരിക്കുകയായിരുന്നു നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് കണ്ടത്. ഈ ഭാഗത്തൊന്നും തന്നെ കോർപ്പറേഷന്റെ ഒരു ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ ആരും തന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം. കാരണം നമ്മൾ തമ്പാനൂരിലേക്ക് ഇറങ്ങിയ സമയത്ത് ശുചീകരണ തൊഴിലാളികൾ അവിടെ ഈ ഓടയിൽ ഇവിടെ അടിഞ്ഞ മാലിന്യങ്ങൾ നീക്കാനുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷേ അപ്പോഴേക്കും റെയിൽവേ സ്റ്റേഷന്റെ മുൻഭാഗത്തും പിൻഭാഗത്തും തമ്പാനൂരിൽ നിന്ന് കിഴക്കേക്കോട്ടെ പോകുന്ന റോഡിലും പവർ ഹൗസ് റോഡിലും ഈ ഭാഗത്തൊക്കെ തന്നെ വെള്ളം കെട്ടി വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ ഈ ശുചീകരണ തൊഴിലാളികൾ എത്തി ഓടയിൽ അടിഞ്ഞ മാലിന്യങ്ങൾ നീക്കുമ്പോഴേക്കും വെള്ളക്കെട്ട് അതിരൂക്ഷമായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലം ചാലക്കമ്പോളമായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് അട്ടക്കുളങ്ങര മുതൽ ചെന്തിട്ട വരെ ഈ ചാലക്കമ്പോളത്തിനകത്തൂടെ തന്നെ പ്രധാനപ്പെട്ട റോഡ് പണി നടക്കുകയാണ്. ഓട നിർമ്മാണം നിലച്ച നിലയിലായിരുന്നു. അവിടെയെല്ലാം 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ മുതലാണ് ഓട നിർമ്മാണം വീണ്ടും പുനരാരംഭിച്ചത്. ഈ മഴ പെയ്ത സമയം മുതൽ ആ ചാലക്കമ്പോളത്തിനകത്തെ പ്രധാനപ്പെട്ട എല്ലാ കടകളിലും വെള്ളം കയറി. വ്യാപാരികളൊക്കെ കടയടച്ച് സാധനങ്ങളൊക്കെ മാറ്റാനുള്ള ഒരു ശ്രമമായിരുന്നെങ്കിലും പലർക്കും ഒരുപാട് ലക്ഷം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായാണ് പറയുന്നത്. എന്തായാലും തലസ്ഥാന നഗരത്തിൽ കഴിഞ്ഞ 3 മണിക്കൂറായി മഴ മാറി നിൽക്കുകയാണ്. അത് വലിയ ആശ്വാസകരമാണ്. എന്തായാലും ഈ വെള്ളക്കെട്ടുണ്ടായ സ്ഥലങ്ങളിലൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങി. ആളുകളൊക്കെ അവരുടെ വീടുകളിൽ നിന്ന് ഈ വെള്ളം അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടോ അജീഷ്? തീരുമാനത്തിലാണ്. എന്തായാലും തലസ്ഥാന നഗരത്തിൽ കഴിഞ്ഞ 5 മണിക്കൂർ, അതായത് ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പെയ്ത മഴയിൽ അക്ഷരാർത്ഥത്തിൽ മുങ്ങി എന്ന് വേണം നമുക്ക് പറയാം. ശരി, തിരുവനന്തപുരം നഗരത്തിലെ വിവിധ ഇടങ്ങളിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഉച്ചയ്ക്ക് 1 മണി മുതൽ 5 മണി വരെ പെയ്ത തോരാത്ത മഴയിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിരിക്കുന്നു. വീടിനകത്തേക്ക് വെള്ളം കയറിയിരിക്കുന്നു. ആളുകൾ അക്ഷരാർത്ഥത്തിൽ ദുരിതത്തിലാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്ന ഒരു ചോദ്യം ആളുകളുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. നഗരപ്രദേശങ്ങളാകെ വെള്ളക്കെട്ടായി മാറുന്ന ഒരൊറ്റ മഴ കഴിയുമ്പോഴേക്കും രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങിയവർ, സ്കൂളുകളിലേക്ക് സ്പെഷ്യൽ ക്ലാസ്സുകളിലൊക്കെ പഠിക്കാൻ വേണ്ടി ഇറങ്ങിയ വിദ്യാർത്ഥികൾ, അതോടൊപ്പം തന്നെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയവർ, അവർക്കൊന്നും ഈ രാത്രിയായിട്ടും വീടുകളിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. വെള്ളക്കെട്ടുകൾ ഉണ്ടാക്കുന്ന ബ്ലോക്ക്, ഗതാഗത തടസ്സം, അതോടൊപ്പം തന്നെ ഇനിയും ഉണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്കയാണ്, ഒരുപക്ഷെ വലിയ ഭീഷണിയാണ് ഈ പകർച്ചവ്യാധികൾ ഉണ്ടാകുമോ എന്നുള്ളത്. അങ്ങനെ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരാൻ സാധ്യതയുള്ള തരത്തിലേക്ക് ഈ കാര്യങ്ങൾ മാറുകയാണ്. ഇത് ആരുടെ കെടുകാര്യസ്ഥിതിയാണ്, ആരുടെയൊക്കെ വീഴ്ചകളാണ് എന്ന ചോദ്യം വളരെ പ്രസക്തമാകുന്നത്. ഹൈക്കോടതിയുടെ വിമർശനവും നിരീക്ഷണവും വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ്. ഏതായാലും മഴ വന്ന് ഉച്ചയിൽ വീഴുമ്പോഴാണോ അധികൃതർ ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നതെന്ന ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെ പൗരന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന നിലയിൽ, അതായത് മാലിന്യങ്ങൾ വലിച്ചെറിയുമ്പോൾ അത് അടഞ്ഞ് ഈ ഓടകളൊക്കെ ഇല്ലാതായി പോകും എന്ന കാര്യത്തിൽ ശ്രദ്ധ വേണം. അതുകൊണ്ട് തന്നെ സഹകരണവും ജാഗ്രതയും സാധാരണക്കാരായ മനുഷ്യരുടെ ഭാഗത്ത്, പൗരന്മാരുടെ ഭാഗത്ത് ഉണ്ടാകണം എന്നുകൂടി കോടതി പറയുന്നു. നമുക്ക് ആലപ്പുഴയിലെ സാഹചര്യം കൂടി നോക്കാം. അജീഷ് ജയകുമാർ ഇപ്പോൾ വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തെ സാഹചര്യങ്ങളെ കുറിച്ചാണ്. ആലപ്പുഴ ജില്ലയിൽ രാവിലെ മുതൽ തന്നെ പെയ്ത മഴയിൽ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ വെള്ളക്കെട്ടിലായിട്ടുണ്ട്. കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കൂടിയതോടെ കുട്ടനാട്ടിലെ പൊതുജലാശയങ്ങളിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. എടത്തുവ, തലവടിയിലും അമ്പലപ്പുഴയിലും ശക്തമായ കാറ്റിൽ വീടുകൾ തകർന്നു വീണു. അങ്ങനെ തുടങ്ങി ആലപ്പുഴയിലും അതിശക്തമായ കാറ്റും മഴയും ജനജീവിതത്തെ ദുസ്സഹമാക്കിയിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെ നടപടികളാണ് ഇനി ഉണ്ടാകേണ്ടത്? ആരുടെ വീഴ്ചയാണ്? ആരാണ് നമ്മളെ ഇങ്ങനെ മഴയത്ത് നിർത്തിയിരിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാവുകയും. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.